ഒന്നാമതായിട്ട് ഒരു മുന്നോട്ട് വെക്കുന്ന കമ്പനി HP ആണെന്ന് തോന്നുന്നു. ടെക്നോളജീസിൽ HP എന്താ വെച്ചാല് ഫലസ്തീന് ഓപ്പൺ പ്രിസൺ എന്ന് സാധാരണ പറയലുണ്ട്. ആ ഒരു മതിലിന്റെ ഉള്ളിലൊക്കെ അതിൽ ഇവരെ സർവൈലൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് HP ആണ്. ഇങ്ങനെ ഓരോ കുറെ ടെക്നോളജീസ്, ഓരോ ഡാറ്റാബേസ്, ഇസ്രായേലിന്റെ ആവീവ് സിസ്റ്റം അതിന്റെ പേര്, ആവീവ് സിസ്റ്റം, പിന്നെ ഒരു ഡാറ്റാബേസ്, ഇതൊക്കെ അതായത് ആലോചിച്ച് നോക്കുക, ആളുകളെ ഏറ്റവും കൂടുതൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അവരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഈ ടെക്നോളജീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഫലസ്തീനുകളെ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ഓപ്പൺ എയർ പ്രിസൺ എന്നാണല്ലോ പറയാം, അപ്പോൾ അവരെ അത്രയും ചെറിയൊരു ലാൻഡ് മാർക്കിൽ ഇട്ടിട്ട് എല്ലാ നിലക്കുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ CCTV-യിൽ ഇത് ഇവനാണ്, ഇവൻ എത്ര വയസ്സ്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ ഡാറ്റയും അവർക്ക് കിട്ടണം. അപ്പോൾ ഇതിനുള്ള എല്ലാ ടെക്നോളജിക്കൽ സപ്പോർട്ടും ആരാ കൊടുക്കുന്നത്? HP ആണ് കൊടുക്കുന്നത്. ആ നിലക്ക് HP-നെയാണ് ഇവർ മെയിൻ ലിസ്റ്റിലായിട്ട് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നത്.